ഇടുക്കി പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷനിൽ തമ്പടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വവ്വാലുകൾ കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളിലെ കർഷകർക്ക് വൻ ഭീഷണിയായി മാറി. പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ ശല്യത്തിന് പുറമെ വവ്വാലുകളുടെ ശല്യം കൂടിയായതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി പെരിഞ്ചാംകുട്ടിയിലെ കർഷകർ. 10,000-കണക്കിന് വവ്വാലുകളാണ് ഇവരുടെ കൃഷിയിടങ്ങൾക്ക് സമീപത്തെ മരങ്ങളിൽ തമ്പടിച്ച് സമീപ പ്രദേശങ്ങളിലേക്ക് കടന്ന് വൻതോതിൽ കൃഷി നശിപ്പിക്കുന്നത്. കൊള്ളക്കാരെ പോലെ വവ്വാലുകൾ കൂട്ടത്തോടെ വന്ന് പഴങ്ങളും ഭക്ഷ്യവിഭവങ്ങളും തിന്നു നശിപ്പിക്കുകയാണ്. 10 വർഷത്തോളമായി പെരിഞ്ചാംകുട്ടിയിലെ കർഷകരുടെ അവസ്ഥ ഇതാണ്. ചിന്നാർ മേഖലയിൽ വനം വകുപ്പിന്റെ അധീനതയിലുള്ള തേക്ക് മൂള പ്ലാന്റേഷനിലാണ് ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥ കുടികൊള്ളുന്നത്. 10,000-കണക്കിന് വവ്വാലുകളാണ് കഴിഞ്ഞ 8-10 വർഷമായി ഇവിടെ കുടിയേറിയിരിക്കുന്നത്. ഈ കർഷകരുടെ കൃഷിഭൂമിയിലേക്ക് കയറി അവിടുത്തെ പഴവർഗ്ഗങ്ങൾ പല വർഗ്ഗങ്ങൾ മുഴുവൻ തിന്നു തീർക്കുകയും തെങ്ങിൻ്റെ ഓലകൾ പോലും കവുങ്ങിൻ്റെ ഓലകളും അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക വിളകൾ എല്ലാം തിന്ന് നശിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. സമീപത്തെ 50 ഏക്കറോളം വരുന്ന വിശാലമായ തേക്ക് പ്ലാന്റേഷനാണ് വവ്വാലുകളുടെ താവളം. രാത്രികാലങ്ങളിൽ ഇവ കൂട്ടത്തോടെ കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള കൃഷിയിടങ്ങളിലേക്ക് എത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. പ്ലാവ്, പേര, മാവ് തുടങ്ങിയവയുടെ ഫലങ്ങളൊന്നും കർഷകർക്ക് ഇപ്പോൾ കിട്ടാറില്ല. ഒരു പേരയ്ക്ക് റംബൂട്ടാൻ ഒരു സാധനം പോലെ വാവല് കാരണം തിന്നാൻ സമ്മതിക്കില്ല. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് ഈ പനിയൊക്കെ ആയതുകൊണ്ട് ഇത് ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. എല്ലാം ഈ വാവലിന്റെ ശല്യം കാരണം ഒരു രക്ഷയില്ല, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. കുരങ്ങ് വേറൊരിതായിട്ട് നിപ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വവ്വാലുകൾ വഴി പകരുമെന്നതിനാൽ ജനങ്ങൾ ഭീതിയിലുമാണ്. അടുത്ത കാലത്തായി വവ്വാലുകൾ തെങ്ങുകളെയും കടന്നാക്രമിച്ചു തുടങ്ങി. തെങ്ങുകളുടെ കുരുത്തോലകളും മച്ചിങ്ങയുമെല്ലാം ഇവ തിന്നു തീർക്കുകയാണ്. ഇത് ഒരു സന്ധ്യ ആകുമ്പോഴത്തേനും ഇറങ്ങും. അതിനെ തിരിഞ്ഞ് കൂട്ടി പോകണമെങ്കിൽ നേരെ ഒരു വെളുക്കപ്പുറമായിട്ടേ പോകുള്ളൂ. ആ സമയം മുഴുവൻ ഒരു പറമ്പ് മുഴുവൻ കയറി ഇറങ്ങി സർവ്വ സാധനവും നശിപ്പിച്ചിട്ടേ പോകും. നിരവധി കർഷകരും സമീപ പഞ്ചായത്തുകളിലെ 100-കണക്കിന് ആളുകളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ചിന്നാർ പുഴയിലും വവ്വാലുകളുടെ വിസർജ്യം കലരുന്നതും ജനങ്ങളെ ഭീതിയിലാക്കി. അങ്ങനെ ഒരു സാധനങ്ങളും കിട്ടുന്നില്ല. എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും. പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. തേങ്ങായ, പിന്നെ തെങ്ങിന്റെ മടല, അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിച്ച് കപ്പളങ്ങായ. വനം വകുപ്പിന്റെ അധീനതയിലുള്ള പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷനാണ് വവ്വാലുകളുടെ താവളം. കൊന്നത്തടി, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ മുള്ളരിക്കുടി, മേലെ ചിന്നാർ, മുരിക്കാശ്ശേരി, കള്ളിപ്പാറ പ്രദേശങ്ങളിലെ ജനങ്ങൾ വവ്വാലുകളുടെ ശല്യത്തിന് നടുവിലാണ്. വാവലിന്റെ ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ, വാവലിന്റെ കുരങ്ങിന്റെ പന്നിയുടെ ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണുള്ളത്. ഇതിന് സർക്കാരിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം. പെരിഞ്ചാംകുട്ടി പ്ലാന്റേഷനിൽ നിന്ന് പറന്നുയരുന്ന വവ്വാലുകൾ വാത്തിക്കുടി, കൊന്നത്തടി പഞ്ചായത്തിലെ നിരവധി വാർഡുകളിലെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. പെരിഞ്ചാംകുട്ടിയിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.